आंगन होगा रिमझिम बरसता सावन होगा झिलमिल सितारों का आंगन होगा रिमझिम बरसता सावन होगा ऐसा सुंदर सपना अपना जीवन होगा झिलमिल सितारों का आंगन होगा रिमझिम बरसता सावन होगा. സുഹൃത്തുക്കളെ, നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഞാൻ നേരത്തെ സാധനം പറഞ്ഞതിന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെയൊക്കെ ഹീറോയിനൊക്കെ അപ്പനും അമ്മയാണെന്ന് പറയും. പിന്നെ ഒരു 5-8 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവർ തിരിച്ചറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 40-ന്റെ അടുത്തെത്തുമ്പോഴായിരിക്കും അവർ കുട്ടികളായി മാറുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുക നമ്മുടെ റിയൽ ഹീറോസ് അപ്പനും അമ്മയാണെന്ന്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞത് മുൻപൊന്നും ഈ അധ്യാപകനെ നോക്കുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ സംഭവം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ നമ്മളിപ്പോൾ കൂടുതൽ തിരിച്ചറിഞ്ഞ് വന്നിട്ട് എനിക്ക് തോന്നുന്നു പറഞ്ഞ നമ്മുടെ ഒരു കാലഘട്ടം 40 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ റിയൽ ഹീറോസ് മാതാപിതാക്കളോടൊപ്പം നമ്മുടെ അധ്യാപകരും കൂടി നമ്മുടെ ജീവിതത്തിലെ ശരിയായിട്ടുള്ള ഹീറോസാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് തുടങ്ങുകയാണ്. അവര് നമ്മളെ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് അവരറിയാതെ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ആക്കി മാറ്റി ഈ അവസരത്തിൽ നിർത്തിയിരിക്കുന്നത്. ഓരോ മനുഷ്യനെയും സ്വാധീനിക്കുന്ന ഏറ്റവും വലുത് ഒരു മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ അവരുടെ അധ്യാപകരുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കുന്നു, നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നുവോ നമ്മൾ ചിന്തിക്കുന്നുവോ ഒക്കെ അതിനെ കൂടി അടിസ്ഥാനമാക്കിയിട്ടാണ് അവരിൽ നിന്നും കൂടി ഉൾക്കൊണ്ട ആ വ്യക്തിത്വം നമ്മൾ വളർത്തിക്കൊണ്ടുവന്നാണ്. അപ്പോൾ ഈ അവസരത്തിൽ അധ്യാപകർ ഇങ്ങനെയൊരു എന്താ പറയുക, എന്നെ വിളിച്ച് ക്ലാസ് പറഞ്ഞെങ്കിലും പിന്നെ ആരെയും വിളിച്ചില്ല, മറന്നല്ല അധികം തിരക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് അതങ്ങനെ വിട്ടു. പക്ഷെ അത് എല്ലാവരോടും എത്തുന്നു, എന്താ പറയുക, പരിപാടി ഭംഗിയാവുന്നൊക്കെ ഉള്ളൊരു വിശ്വാസം നമുക്ക് ഉള്ളിലുണ്ടായിരുന്നു. അതുപോലെ സംഘടിപ്പിച്ച പ്രത്യേകവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയുന്നു, നന്ദി പറയുന്നു. ടീച്ചർക്കും മാഷ്ക്കും ഈ അവസരത്തിലെ വിശദമായ ആശംസകൾ അതുകൊണ്ട് നിർത്തുന്നു. ഞാൻ ലൈസ് പറഞ്ഞു, ലൈസ് 2 വാക്ക് പറയട്ടി മാസ്റ്റർ പറ്റി. ഈ ടെൻഷൻ സംഘടിപ്പിച്ചതോടുകൂടി സെപ്റ്റംബർ 5 ഓർക്കാനും ഒന്നിച്ചു കൂടാനും ഉള്ള ഒരു അവസരമായിട്ട് എപ്പോഴും കണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞ വർഷം മാത്രമാണ് ഇങ്ങനൊരു ഇതുണ്ടാവാണ്ടിരുന്നത്. എങ്കിലും അതിൻ്റെ നല്ല പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ജോസ് മാഷ്ക്കും എസ് ടീച്ചർക്കും അതായത് അധ്യാപക ദിനാശംസകൾ. ഞാനും ഈ പറഞ്ഞ അധ്യാപക ദിനത്തിന്റെ ഒരു പ്രാധാന്യം ഞാൻ കുറച്ചൊരു